ഫസ്റ്റ് ഹാഫ് പൊളി, സെക്കൻഡ് ഹാഫ് ആദ്യം അടിപൊളിയായിരുന്നു. പിന്നെ സുരേഷ് ഗോപിയുടെ അറിയാലോ, പിന്നെ കോർട്ട് റൂം ഡ്രാമയൊക്കെ ആയതുകൊണ്ട് ആ ഒരു ലെവല് നന്നായി കീപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു സീരിയസ് വിഷയം തന്നെയാണല്ലോ പടം സംസാരിക്കുന്നത്. അത് കണക്ട് ആയത് വളരെ നന്നായി കണക്ട് ആയി. ഇന്നത്തെ സമൂഹത്തിൽ ഇറങ്ങേണ്ട ഒരു പടമാണല്ലോ. അതെ, ഓഫ് കോഴ്സ് എല്ലാ സ്ത്രീകളും കാണേണ്ടത് തന്നെയാണ്. നല്ല നല്ല മെസ്സേജോടെ നല്ല പെർഫോമൻസ്. നന്നായിട്ട് നല്ല ഫ്യൂച്ചർ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. വലിയ കാര്യമായിട്ടുള്ള റോളില്ല, എന്നാലും കുഴപ്പമില്ല. നന്നായിരുന്നു, നല്ല കുഴപ്പമില്ല. സുരേഷ് ഗോപി അടിപൊളിയായിട്ടുണ്ട്. അതായത് അവളുടെ ശരീരത്തില് നമ്മൾ അമ്മ എന്നൊക്കെ പറഞ്ഞ സംഭവം നമ്മൾ ഒരുപാട് കെട്ടിവച്ചിട്ടുള്ള സംഭവമല്ലേ. അമ്മ അങ്ങനെയാണ്, അമ്മ ഇങ്ങനെയാണ്. അത് ഒരു സ്ത്രീയാണ് തീരുമാനിക്കുന്ന ആ കുഞ്ഞ് അവളുടെയാണ്, അല്ലെങ്കിൽ അവൾക്ക് വേണോ, അല്ലെങ്കിൽ അവൾക്ക് വേണ്ടാത്ത കുഞ്ഞ് വേണ്ട എന്നുള്ള സംഭവം. പക്ഷെ അതിന്റെ ജീവിക്കാനുള്ള അവകാശം മുൻനിർത്തിയിട്ട് അതിന് ആ ഒരു കോടതി വിധി കൊണ്ടുവന്നിട്ടുള്ള അതിന് വേണ്ടിയിട്ടുണ്ടാക്കിയ സിനിമ എനിക്ക് തോന്നി. അതിന് പരിചയപ്പെടുത്താനുള്ള ഒരു ക്ലൈമാക്സ് ആയിട്ടാണ് നല്ലൊരു കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് മൂവിയിലൂടെ കാണിച്ചേക്കുന്നത്. അതൊക്കെ വേണം. അങ്ങനത്തെ വിവാദപരമായിട്ടുള്ള സബ്ജക്റ്റ് കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ സമൂഹത്തിൽ എത്രയോ മുന്നേ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ്. ഇപ്പോഴാണ് വന്നിട്ടുള്ളത്. ഇപ്പോഴും മറ്റുള്ള കുഞ്ഞിപ്പോഴും എന്താ പറയുക, ജീവിക്കണോ വേണ്ടോ എന്നുള്ളത് അമ്മയുടെ, ആ കുഞ്ഞ് വേണോ എന്നുള്ളത് അമ്മയുടെ മാത്രം തീരുമാനമാണ്. അവളാണ് അതിന് ചുമക്കേണ്ടത്, അവളാണ് അതിന്റെ ഭാഗ്യങ്ങൾ സഹിക്കേണ്ടത്. അവരുടെ അമ്മയുടെ മാത്രം തീരുമാനമാണ്. അതവർ വ്യക്തമായിട്ട് ഈ സിനിമയിൽ കൊണ്ടുപോയി നന്നായിട്ട് അവതരിപ്പിച്ചു. ക്ലൈമാക്സിലൊക്കെ നന്നായിട്ട് സുരേഷേട്ടനെ വീണ്ടും ഒരു അഡ്വക്കേറ്റ് റോള് കാണാൻ എന്തെങ്കിലും ഉണ്ടായിരുന്നു? സുരേഷന്റെ സ്ഥിരം കണ്ട് ഒരു ഇതാക്കിയിട്ടുള്ള ഒരു ഇതാണ്. സുരേഷിന്റെ അഭിനയം സാധാരണ സിനിമയിൽ കണ്ട് എന്നാലും ഒരു അഡ്വക്കേറ്റ് റോളിലുള്ള ഒരു പെർഫോമൻസ് സംഭവിക്കുന്നുണ്ടല്ലോ. നല്ലതായിരുന്നു, കിടിലനായിരുന്നു, ഇഷ്ടപ്പെട്ടു. അതെ, നല്ല സന്തോഷമുണ്ട്. അല്ല, മെസ്സേജ് ഉണ്ടല്ലോ, സ്ത്രീകൾക്ക് കിട്ടുന്ന ഈ നീതിയാണ്. നാളുകൾക്ക് ശേഷം സുരേഷ് ഗോപിയെ നേരിട്ട് കണ്ട് പുള്ളിയുടെ ആ ഒരു എന്താ പറയാ ആക്ഷൻ പഞ്ച് ഉള്ള ഡയലോഗുകളും രസമായിരുന്നു. എൻജോയ് ചെയ്തു. സുരേഷ് നന്നായിട്ട് എൻജോയ് ചെയ്തു. സിനിമ സൂപ്പറായിട്ടുണ്ട്. കുറേ നാളത്തെ വിവാദങ്ങൾക്ക് ശേഷം സിനിമ എന്തിനാണ് ഇത്രയും വിവാദം ഉണ്ടാക്കുന്നത് നമുക്കറിയില്ലായിരുന്നു. ഇപ്പോൾ ഈ സിനിമ കാണാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്താണ് ഇതിനകത്തൊരു സർപ്രൈസ് അല്ലെങ്കിൽ സസ്പെൻസ് ഉണ്ടാവും നമ്മൾ വിചാരിച്ചിരുന്നതാണ്. പക്ഷേ ഇത് ഇന്ത്യൻ പീനൽ കോഡ് വ്യവസ്ഥയിൽ ഒരുപാട് നിയമവ്യവസ്ഥകൾ എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്നും പലർക്കും അറിയില്ല. അപ്പോൾ കേരളം എന്തുകൊണ്ടാണ് ഈ സിനിമയെ ബാൻ ചെയ്ത് വെച്ചിരുന്നത്, എന്തുകൊണ്ടാണ് ഇത് മുത്തലാക്കി വെച്ചത് എനിക്കിപ്പോൾ മനസ്സിലായി. എന്തായാലും കേരള നിയമസഭയിലുള്ളവരും നിയമപാലകരും എല്ലാവരും ഇത് കണ്ടിരിക്കണം. സ്ത്രീകൾക്കും കുട്ടികൾക്കും സമൂഹത്തിൽ എന്ത് വിലയാണുള്ളത്, എന്തോരം സുരക്ഷിതത്വം കൊടുക്കുന്നുണ്ട്, അവർക്ക് എന്തൊക്കെ വ്യവസ്ഥകൾക്ക് അനുകൂലമായിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ഇതിൽ നമുക്ക് വ്യക്തമാകുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും കണ്ട സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള എല്ലാവരും പൊതുസമൂഹം ഈ സിനിമ കണ്ടിരിക്കണം. അടിപൊളി സിനിമയാണ്. സുരേഷ് ഗോപിനെ ഒരുപാട് ഇഷ്ടമാണ്. എസ്റ്റിനെ എന്ന് നമ്മൾ എസ്റ്റിയോടുള്ള ആരാധന ഒരുപാടുണ്ട്. നമുക്ക് അതുകൊണ്ട് തന്നെയാണ് സിനിമ കാണാൻ വന്നത്. പിന്നെ ഒരു വിവാദ സിനിമ ആയതുകൊണ്ട് കാണാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് അടിപൊളിയായിരുന്നു. ഞാൻ വെരി ഹാപ്പി. കുറെ കഴിഞ്ഞിട്ടാണ് ഇങ്ങനത്തെ ഒരു കോർട്ട് റൂം ഡ്രാമ, ഇങ്ങനത്തെ ഒരു സീക്വൻസ് കാണുന്നത്. സുരേഷ് ഏട്ടനായാലും അസ്കറിലി, അനുപമ എല്ലാവരും ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. റിയലി എൻജോയ്ഡ്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അവരുടെ പാർട്സ് ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. വി കുഡ് റിയലി കണക്ട് ടു ജാനകീസ് ക്യാരക്ടർ. ഭയങ്കര എംപത്തൈസ് ചെയ്തു, എൻജോയ് ചെയ്തു. നൈസ് സീക്വൻസ്. ആഫ്റ്റർ ലോങ് ടൈം ഇങ്ങനത്തെ ഒരു പടം കാണുന്നത് ഭയങ്കര റെലവന്റ് ആയിട്ട് ടോപ്പിക്, അല്ലെങ്കിൽ ഒരുപാട് സംസാരിക്കുന്ന ഒരു ടോപ്പിക്. അതെ. സുരേഷിനെ പോലെ ഒരു രാഷ്ട്രീയ നേതാവും രാഷ്ട്രീയ നേതാവും പറഞ്ഞു എത്രത്തോളം റെലവന്റ് ആയിട്ട് ഇനിയും ഈ സൊസൈറ്റിയിൽ വരും? എനിക്ക് തോന്നുന്നു ഭയങ്കര നന്നായിട്ട് സുരേഷ് ഏട്ടൻ പറഞ്ഞ ഓരോരോ ഡയലോഗ്സ് വി കുഡ് കണക്റ്റഡ് റിയലി വെൽ. I could hear the noise also. സുരേഷ് ഏട്ടൻ പറയുന്ന എല്ലാ ലൈൻസും ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും വെരി ഹാപ്പി. സിനിമ നല്ലതായിരുന്നു. നല്ല ഒരു ഇമേജ് ഇഷ്ടപ്പെട്ടു. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഏത് സീനായി കയ്യടിക്ക്? മറ്റേ സുരേഷ് ഗോപിയുടെ മറ്റേ സെക്കൻഡ് ഹാഫ് ഫൈറ്റ് ആണോ? ഫൈറ്റ് സീൻ അടിപൊളിയായിരുന്നു.